ഭക്തിപൂർവം ഈശ്വര സങ്കല്പത്തോടുകൂടി ഒരു പ്രത്യേക തളികയിൽ പിച്ചള അഥവാ ഓട് ഇങ്ങനെയുള്ള പ്രത്യേക തളികയിൽ ഒരുക്കുന്ന 8 കൂട്ടം വസ്തുക്കളെയാണ് അഷ്ടമംഗല്യം എന്ന് പറയുന്നത്. അഷ്ടം എന്നാൽ 8, മംഗല്യം എന്നാൽ സന്തോഷം നൽകുന്നത് എന്നാണ് അർത്ഥം. ദേശകാലാടിസ്ഥാനത്തിലും അവസരങ്ങൾ അനുസരിച്ചും അതുപോലെ ലഭ്യത അനുസരിച്ചും ഈ 8 കൂട്ടം വസ്തുക്കൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും 8 എന്ന സംഖ്യയ്ക്ക് മാറ്റമുണ്ടാവുന്നില്ല. 8ൽ കൂടുതൽ വെച്ചാലും കുറവ് വെച്ചാലും അത് അഷ്ടമംഗല്യം ആകുന്നില്ല. പൊതുവെ മംഗളകരമായ ചടങ്ങുകൾക്കും അനുഷ്ഠാനങ്ങൾക്കുമാണ് അഷ്ടമംഗല്യം വച്ചു പോരുന്നത്. വിവാഹം, വീട് താമസം, ജാതകർമ്മം, ശീമോതി വയ്ക്കുക, തിരുവാതിര, വിഷുക്കണി ഒരുക്കുക എന്നീ അവസരങ്ങളിൽ അഷ്ടമംഗല്യം വയ്ക്കുന്നത് കണ്ടുവരുന്നുണ്ട്. ഐശ്വര്യാഭിവൃദ്ധിക്ക് വേണ്ടിയാണ് അഷ്ടമംഗല്യം ഒരുക്കുന്നത്. അവസരങ്ങളനുസരിച്ച് മംഗളവസ്തുക്കൾക്കും മാറ്റം കണ്ടുവരുന്നുണ്ട്. ശബ്ദ താരാവലിയിൽ 8 മംഗല്യവസ്തുക്കൾ ഇങ്ങനെയാണ്: സമുൽഗ ദർപ്പണ സ്വർണ പുഷ്പാക്ഷത ഫലാനിച്ച് താംബൂലം ഗ്രന്ഥദഷ്ടൗ മംഗലാനി വിദോദ്ഭുത. ഇതുപ്രകാരം സമുൽഗ കുങ്കുമച്ചെപ്പ്, ദർപ്പണ വാൽക്കണ്ണാടി, സ്വർണം, പുഷ്പ പൂക്കൾ, അക്ഷതം അരിയും നെല്ലും കൂടിയുള്ള മിശ്രിതം അല്ലെങ്കിൽ നെല്ല് മാത്രമായിട്ട് നിറപറയിൽ വയ്ക്കുന്നത്, ഫലം പഴങ്ങൾ എന്നിവയാണ്. പോലെ കുരവം, ദർപ്പണം, ദീപം, കലശം, വസ്ത്രമക്ഷതം, അങ്കന, ഹേമ സംയുക്തം അഷ്ടമംഗല്യ ലക്ഷണം. കുരവ, കണ്ണാടി, ദീപം, കലശം, വസ്ത്രം, അക്ഷതം, അങ്കന, സ്വർണം ഇതൊക്കെയാണ് അഷ്ടമംഗല്യ വസ്തുക്കൾ എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ശുദ്ധി തത്വത്തിൽ പറയുന്നത് ബ്രാഹ്മണൻ, പശു, അഗ്നി, സ്വർണം, നെയ്യ്, സൂര്യൻ, ജലം, രാജാവ് എന്നിവയാണ് മംഗളവസ്തുക്കൾ. വിവാഹാദി അവസരങ്ങളിൽ താലം പിടിക്കുന്ന വസ്തുക്കൾ അഷ്ടമംഗല്യ വസ്തുക്കളാണ്. കർക്കിടക മാസത്തിൽ ശ്രീഭഗവതിക്ക് വയ്ക്കുമ്പോൾ അഷ്ടമംഗല്യത്തട്ടും വയ്ക്കുക പതിവാണ്. ശ്രീ മഹാലക്ഷ്മി വാസം ചെയ്യുന്ന 108 മംഗലവസ്തുക്കൾ ഉണ്ടെങ്കിലും അതിൽ നിന്നും എല്ലാം ഒന്നും നമുക്ക് അഷ്ടമംഗല്യത്തട്ടിൽ വയ്ക്കുവാൻ സാധിക്കുന്നതല്ല. ഇവിടെ പറയുന്നത് പോലെ അഷ്ടമംഗല്യം ഒരുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് ലഭ്യതയനുസരിച്ചായിരിക്കും ഒരുക്കുക. എന്നിരുന്നാലും മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട ചില വസ്തുക്കൾ ഞാനിവിടെ പറയാം. വിളക്ക്, താമ്പൂലം, നിറപറ, നിറനാഴി, പൂർണ്ണകുംഭം, കൗങ്ങിൻ പൂങ്കുല അഥവാ ചൊട്ട, നാണയം, സ്വർണം, വസ്ത്രം, ഗ്രന്ഥം, കുങ്കുമച്ചെപ്പ്, ചന്ദനൂടം, മഞ്ഞൾ, മണി, ഫലങ്ങൾ, പുഷ്പം, കൺമഷി, ശംഖ്, വാൽക്കണ്ണാടി, നെയ്യ് അങ്ങനെ പോകുന്നു വസ്തുക്കൾ. ഇതുകൂടാതെ ഒരുപാട് വസ്തുക്കൾ വേറെയുമുണ്ട്. കർക്കിടകത്തിൽ ശീബോധിക്ക് വയ്ക്കുമ്പോൾ അഥവാ ശ്രീഭഗവതിക്ക് വയ്ക്കുമ്പോൾ അഷ്ടമംഗല്യത്തട്ടും വയ്ക്കുക പതിവാണ്. മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കൾ അതിൽ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. ദീപം, പൂർണ്ണകുംഭം അഥവാ കിണ്ടിയിലെ ജലം, നിറപറ ഇത് മൂന്നും നിർബന്ധമായും വയ്ക്കേണ്ടതാണ്. ദീപത്തിൽ അഗ്നിയും പൂർണ്ണകുംഭത്തിൽ ജലവും നിറപറയിലെ നെല്ല് ഭൂമിയെ പ്രതിനിധാനം ചെയ്തായതിനാൽ പഞ്ചഭൂതങ്ങളിൽ 3 ഇതിൽ ഉൾപ്പെട്ടു. ആകാശത്തിൻ്റെയും വായുവിൻ്റെയും സാന്നിധ്യത്തിൽ ഇത് 3 വയ്ക്കുമ്പോൾ പഞ്ചഭൂതങ്ങൾ 5 ഉൾപ്പെട്ടു കഴിഞ്ഞു. വസ്ത്രം, കോടിമുണ്ട് അഥവാ അലക്കി വൃത്തിയാക്കിയ മുണ്ട്. അലക്കി വൃത്തിയാക്കിയ മുണ്ട് എന്നുദ്ദേശിക്കുമ്പോൾ പുതിയ മുണ്ട് തന്നെ അലക്കി വൃത്തിയാക്കി വയ്ക്കണം. ഉടുത്ത മുണ്ട് അല്ല ഉദ്ദേശിക്കുന്നത്. ശുഭ്രവസ്ത്രം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വ്യക്തിത്വത്തിൻ്റെ പ്രതീകമാണ് വസ്ത്രം. മറ്റുള്ളവരുടെ മുൻപിൽ ആർഭാടം, മറയില്ലാത്ത ബ്രഹ്മം മറയ്ക്കുന്ന മായ പോലെ. ശരീരം ബ്രഹ്മമാണെങ്കിൽ വസ്ത്രം മായ എന്ന് സൂചിപ്പിക്കുന്നു. മഹാലക്ഷ്മി സ്വരൂപമാണ് ദീപം. ഇരുട്ടിനെ അകറ്റി വെളിച്ചത്തെ പ്രദാനം ചെയ്യുന്നു. മറ്റൊരർത്ഥത്തിൽ അജ്ഞാനത്തെ നീക്കി ജ്ഞാനത്തെ തരും. ജ്ഞാനമുണ്ടായാൽ മറ്റെല്ലാ സൗഭാഗ്യങ്ങളും താനേ വരുമെന്ന് സൂചിപ്പിക്കുന്നു. 5 തിരിയിട്ട ഭദ്രദീപം തന്നെ തെളിയിക്കുവാൻ ശ്രമിക്കുക. കൊടിവിളക്ക്, ചങ്ങലവട്ടം, കവരവിളക്ക് എന്നിവയും വെച്ചു കണ്ടിട്ടുണ്ട്.
എന്നിരുന്നാലും 5 തിരിയിട്ട ഭദ്രദീപം തന്നെയാണ് ഉത്തമം. മറ്റേത് വെച്ചു എന്ന് പറഞ്ഞ് ദോഷമൊന്നുമില്ല. അതും നല്ലത് തന്നെ. ലഭ്യത അനുസരിച്ച് ഏതു വിളക്കും വയ്ക്കാവുന്നതാണ്. അഗ്നിയാണ് പ്രധാനം. ഗ്രന്ഥം ഒരു പുതിയ തുടക്കത്തെ കുറിക്കുന്നു. അറിവില്ലായ്മയെ ഇല്ലായ്മ ചെയ്ത് ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നു. ഗ്രന്ഥത്തിൽ ശ്രീ സരസ്വതി വിളയാടുന്നു. ശ്രീ ഭഗവതിക്ക് പ്രിയപ്പെട്ട കുറിക്കൂട്ടുകൾ മഞ്ഞൾ, കുങ്കുമം, കൺമഷി, ചന്ദനം, ഭസ്മം. ഇതിലേറ്റവും പ്രിയപ്പെട്ടത് കുങ്കുമം തന്നെയാകുന്നു. ദേവീ സ്വരൂപമാണ് കുങ്കുമം. പുരികമധ്യത്തിൽ വൃത്താകൃതിയിൽ തൊടുന്ന കുങ്കുമം ബിന്ദുരൂപത്തിൽ സ്ഥിതി ചെയ്ത് സർവ്വതിനെയും നയിക്കുന്ന മഹാശക്തിയെ സൂചിപ്പിക്കുന്നു. സ്വർണം അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു. സ്വർണത്തിൽ മഹാലക്ഷ്മി കുടികൊള്ളുന്നു. സ്വർണ്ണ നാണയത്തിനു പകരം സ്വർണ്ണവളയോ സ്വർണ്ണമോതിരമോ സ്വർണ്ണമാലയോ വയ്ക്കാറുണ്ട്. ഇത് ദേവീപ്രീതിക്ക് വേണ്ടിയാണ്. ദേവിക്ക് അണിയുവാൻ എന്ന രീതിയിലാണ് ഇത് വയ്ക്കുന്നത്. ദേവി പ്രസാദിച്ചാൽ ഐശ്വര്യാഭിവൃദ്ധി ഉണ്ടാകുമെന്നും വിശ്വാസം. വാൾക്കണ്ണാടി നമുക്ക് നമ്മളെ കാണിച്ചു തരുന്നതാണ് കണ്ണാടി. നാം തന്നെ ബ്രഹ്മം എന്ന് നമ്മളെ ഉണർത്തുന്നത് കണ്ണാടിയാണ്. 4 വേദങ്ങളിലും ഓരോ മഹാവാക്യമുണ്ട്. ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും അഭേദത്തെ പ്രഖ്യാപനം ചെയ്യുന്നതാണ് ഈ മഹാവാക്യം. തത്വമസി, അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ എന്നിവ അതിൽപ്പെടുന്നു. സ്വർണ്ണ നാണയത്തിനു പകരം സ്വർണ്ണവളയോ സ്വർണ്ണമോതിരമോ സ്വർണ്ണമാലയോ വയ്ക്കാറുണ്ട്. ഇത് ദേവീപ്രീതിക്ക് വേണ്ടിയാണ്. ദേവിക്ക് അണിയുവാൻ എന്ന രീതിയിലാണ് ഇത് വയ്ക്കുന്നത്. ദേവി പ്രസാദിച്ചാൽ ഐശ്വര്യാഭിവൃദ്ധി ഉണ്ടാകുമെന്നും വിശ്വാസം. ഇപ്പോൾ 8 വസ്തുക്കൾ ആയിക്കഴിഞ്ഞു. ഇനി ഇതിൽ ലഭ്യത അനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. സ്വർണ്ണ നാണയത്തിന് പകരം പുഷ്പമോ കൺമഷിയോ ഒക്കെ വയ്ക്കാവുന്നതാണ്. പുഷ്പം വയ്ക്കുമ്പോൾ ദശപുഷ്പം വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം കർക്കിടക മാസത്തിൽ ശീബോധിക്ക് വയ്ക്കുമ്പോൾ ദശപുഷ്പത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കൂടുതൽ വസ്തുക്കൾ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു തളികയിൽ വയ്ക്കാവുന്നതാണ്. അഷ്ടമംഗല്യം എന്ന് പറയുമ്പോൾ അഷ്ടം അഥവാ 8 വസ്തുക്കളെ വയ്ക്കാവൂ. അതിനാൽ വേറെ എന്തെങ്കിലും വയ്ക്കണമെങ്കിൽ അത് മറ്റൊരു തളികയിൽ വയ്ക്കുക. അവസരങ്ങൾ അനുസരിച്ചും ലഭ്യത അനുസരിച്ചും കുടുംബത്തിൽ പണ്ടുമുതലേ ചെയ്തു വരുന്ന ചില പാരമ്പര്യ രീതികളനുസരിച്ചും കാലദേശാടിസ്ഥാനത്തിലും മാറ്റങ്ങൾ കണ്ടുവരാറുണ്ട്. അതൊന്നും തെറ്റല്ല. എന്നിരുന്നാലും കർക്കിടക മാസത്തിൽ ശ്രീഭഗവതിക്ക് വയ്ക്കുമ്പോൾ ഭഗവതിക്ക് പ്രിയപ്പെട്ട വസ്തുക്കൾ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഗൃഹങ്ങളിൽ കടകളിൽ നിന്ന് ലഭിക്കുന്ന മിനിയേച്ചർ അഷ്ടമംഗല്യത്തട്ട് വച്ചു വരുന്നത് കണ്ടിട്ടുണ്ട്. അതിൽ 8ൽ കൂടുതൽ വസ്തുക്കളോ അതിൽ കുറവോ കണ്ടുവരുന്നുമുണ്ട്. അഷ്ടം എന്നാൽ 8 അതുകൊണ്ട് 8 വസ്തുക്കൾ മാത്രം വയ്ക്കുക. ഇനി അത് വയ്ക്കുമ്പോൾ കാലിയായിട്ട് വയ്ക്കാതിരിക്കുക. അതിൽ എല്ലാം തന്നെ നിറച്ചും ഭദ്രദീപം കൊളുത്തിയും തന്നെ വയ്ക്കുക. അഷ്ടമംഗല്യത്തട്ട് വാങ്ങുമ്പോൾ അതിൽ ഉരുളി, ചന്ദനത്തിരി സ്റ്റാൻഡ്, കർപ്പൂര സ്റ്റാൻഡ്, മണി എന്നിവയൊക്കെ ലഭിക്കാം. ഇതും വയ്ക്കാവുന്നതാണ്. പക്ഷേ ഏതെങ്കിലും 8 വസ്തുക്കൾ മാത്രം വയ്ക്കുക. ബാക്കിയുള്ളവ മറ്റൊരു തളികയിലോ ഇലയിലോ വയ്ക്കാവുന്നതാണ്. കാരണം അഷ്ടമംഗല്യത്തട്ടാണല്ലോ വയ്ക്കുന്നത്. അപ്പോൾ 8 വസ്തുക്കൾ മാത്രം. ഇവിടെ പറഞ്ഞത് ശ്രീഭഗവതിക്ക് കർക്കിടക മാസത്തിൽ വയ്ക്കുന്ന അഷ്ടമംഗല്യത്തെക്കുറിച്ചാണ്. എൻ്റെ അറിവ് വെച്ചും ഞാൻ ചെയ്യുന്നതും ആയ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. വരുന്ന കർക്കിടക മാസത്തിൽ എല്ലാവരും അഷ്ടമംഗല്യം വയ്ക്കുക. അങ്ങനെ ഭഗവതിയെ എതിരേൽക്കുക. എല്ലാവർക്കും ഐശ്വര്യാഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.